നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ വളകൾ, മാലകൾ, കമ്മലുകൾ എന്നെ കൊണ്ട് എന്നും ഇങ്ങനത്തെ വള ചോദിക്കാൻ വളയുടെ ആരാധകർ എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. കസ്റ്റമേഴ്സ് ഷോപ്പിലും ഉണ്ട്, മറ്റേ ഓൺലൈനിലും ഉണ്ട്. സ്റ്റോറിൽ നമ്മുടെ ഒരു മെയിൻ ബിസിനസ് അതല്ല. നമ്മുടെ മെയിൻ ബിസിനസ് ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന് പറഞ്ഞത് തന്നെയാണ്. ബുട്ടീക്ക് സ്റ്റൈൽ ആയതുകൊണ്ട് നമ്മൾ ജ്വല്ലറി ഐറ്റംസ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ബഡ്ജറ്റ് റേറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന വള ഏതാണ്? അപ്പോൾ ഇതാണ് വള. നമ്മുടെ ക്ലിപ്പ് ബാംഗിൾസിൻ്റെ ഒരു കാറ്റഗറി പെട്ടതെന്ന് പറയാം. അതുകൊണ്ട് ബാംഗിൾസ് ഇത് കണ്ടോ, ആർക്ക് വേണേലും ഇടാൻ പറ്റുന്ന ഇതിങ്ങനെ ചുറ്റിക്കയറ്റിയത്. ഇതാണ് അതിൻ്റെ സംഭവം. ഇങ്ങനെ ചുറ്റിക്കയറ്റി ഇടുക, അത്രയേ ഉള്ളൂ. ഈസിയാണ്, പക്ഷെ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. അതിൻ്റെ ഷേപ്പ് കണ്ടോ, അതാണ് ആദ്യം നോക്കേണ്ടത്. ഇങ്ങനെ ഓവൽ ഷേപ്പാണ്. നമ്മുടെ കൈത്തണ്ടയുടെ ഷേപ്പ് സത്യത്തിൽ ഓവലാണ്, വട്ടമല്ല. നമ്മൾ സാധാരണ മേടിക്കുന്ന വളകൾക്കെല്ലാം വട്ടമാണ്. അതിപ്പോൾ കൈയുടെ ഈ ഭാഗത്ത് മുങ്ങിക്കിടക്കും. ഇത് റിസ്റ്റേലാണ് ശരിക്കും ഇടേണ്ടത്. ഇങ്ങോട്ട് ഇറക്കിയല്ല, റിസ്റ്റേലാണ് ഇവിടെയാണ് ഇടേണ്ടത്. ഇടുന്നവരെ ശ്രദ്ധിക്കുക. അവിടെ ഇട്ടാലേ അതിന് ഭംഗി കിട്ടുള്ളൂ, ഇവിടെ ഇട്ടാൽ അതിന് ഭംഗി കിട്ടത്തില്ല കേട്ടോ. ഇങ്ങനെ കയറ്റുക, ഒന്നുമില്ല, സിമ്പിളാണ്. ഇതൊന്നും ഞാൻ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ച് ഇത് അകത്തിയോ അടുപ്പിച്ചോ ഇടാം. ഇത് കണ്ടോ, ഇങ്ങനെ കിടക്കും സംഭവം. ഇത് ഇങ്ങനെ കിടക്കും സംഭവം. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? സിമ്പിൾ ആൻഡ് എലഗൻറ്റ്. സ്വർണത്തിൻ്റെ വിലയൊക്കെ എങ്ങോട്ടായി പോകുന്നു? അല്ലേ, ഈടെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇതൊക്കെ വാങ്ങിച്ചോളുക, ഇട്ടോളുക. ഇതൊക്കെ നല്ല സേഫാണ്. പോക്കറ്റ് കാലിയാകത്തില്ല, മേക്കിംഗ് ചാർജ് കൊടുക്കണ്ട, എന്തെല്ലാം ഗുണങ്ങളാണ്. ഞാൻ ഒട്ടും സ്വർണത്തിൻ്റെ ആരാധികയല്ല കേട്ടോ, ശരിക്കും പറയുക. ഒരു വളയിൽ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഇന്ന് മുഴുവൻ ഇരിക്കേണ്ടി വരും. കണ്ടോ, ഇതുപോലെ തന്നെ കയറ്റിയിട്ട് ഇതിൻ്റെ ഓപ്പണിങ് ഇതേ ഇവിടെയാണ്, ഫ്രണ്ടിലാണ്. കണ്ടോ, ഇങ്ങനെയാണേ. ഇങ്ങനെ വേണേലും ഇടാം, ഇങ്ങനെ അടുപ്പിച്ച് വേണേലും ഇടാം. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ ആ രീതിക്ക് ഇടുക. ഇടുമ്പോഴും ഊരുമ്പോഴും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. വലിച്ചങ്ങ് നമ്മൾ എന്തെങ്കിലും തിരക്കിൽ ഓടി വന്നിട്ട് ഇടുകയും ചെയ്യരുത്. ഒടിഞ്ഞു പോയാൽ കമ്പനി ഉത്തരവാദിത്തം ഇല്ല. റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നുമില്ല ഓർണമെൻറ്റ്സിന്. ഇത് കാണിച്ചത് ഇതുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുണ്ടല്ലോ ഇത് ബുക്ക് ചെയ്യാനായിട്ട് അയക്കുമ്പോൾ, സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്പർ കൂട്ടി അയക്കണം. ഈ വള കണ്ടോ, ഈ വളയുടെ കല്ലിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതും അതിൻ്റെ ഡിസൈൻ ഒന്നാണ്, പക്ഷേ ഇത്തേ വൈറ്റും ഇത്തേലൊരു മെറൂൺ കളറും. അപ്പം ഒരുപോലെ ഇരിക്കും. അങ്ങോട്ട് തിരിച്ചറിയാൻ നല്ല പ്രയാസം നമുക്ക് വരും. നമുക്ക് പ്രയാസം വരാതിരിക്കാനും മാറിപ്പോകാനും വേണ്ടി നിങ്ങൾ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ. ഇതാണ്. ഇത് ഓരോ പ്രാവശ്യം ഇടലോ എനിക്ക് നല്ല മെനക്കെട്ട പണിയാണ്. ഇത് കണ്ടോ, എന്നാ രസമാണെന്ന് നോക്ക്. ഭയങ്കര നല്ല സിമ്പിളാണ്. എനിക്ക് ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത്. ഇതിനൊരു പെട്ടെന്ന് ഒരു ശ്രദ്ധ ആവശ്യിക്കും. അതാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. നമ്മൾ സാധാ വള ഇടുന്ന പോലെ വളയിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഇത് കിട്ടത്തില്ല. എന്നാ പറയുന്നത്, എന്നാ സാധനം, ഒരു സാധനം കിട്ടുമല്ലോ, അത് കിട്ടത്തില്ല. ശ്രദ്ധയുടെ ഇംഗ്ലീഷ് കിട്ടുന്നില്ല. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പറഞ്ഞു തരുക. ഗുമ്മ കിട്ടത്തില്ലെന്ന്. ഗുമ്മ ഓരോ നാട്ടിലും ഓരോ ഭാഷ. ഇത് കേരളത്തിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഇരിക്കുന്നവർ മാത്രമല്ല ഈ വീഡിയോ കാണുന്നത്, ഈ ലോകം മുഴുവനുള്ളവർ കാണുന്നുണ്ട്. വിദേശത്തിരിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സ്നേഹം, നന്ദി. എന്നെ ഇസബല്ലയുടെ കടപ്പാട് എല്ലാം അറിയിക്കുക. US, UK, ഓസ്ട്രേലിയയിലൊക്കെ ഇരുന്ന് എൻ്റെ വീഡിയോ കാണുന്നു. നാട്ടിൽ വരുമ്പോൾ ആൾക്കാരെ പറഞ്ഞു വിടുന്നു, നാട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞു വിടുന്നു. നാട്ടിലെ ബന്ധുക്കളുടെ അഡ്രസ്സിലേക്ക് പർച്ചേസ് ചെയ്യുന്നു, അങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്നു. ഞാൻ ചിലപ്പോഴും ആലോചിക്കും, ഈ വീഡിയോ മജോറിറ്റിയും പോകുന്ന വിദേശ രാജ്യങ്ങളിൽ കൂടിയാണ്. എനിക്കൊന്നും പിടികിട്ടുന്നില്ലപ്പം. എൻ്റെ നാട്ടുകാർ മടിക്കുന്നില്ലെന്നല്ല കേട്ടോ. കടയിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിൽ വന്ന് വാങ്ങിക്കുക. ഇത് കണ്ടോ, ബ്ലാക്ക്, നല്ലൊരു ലുക്കാണ്, സിമ്പിൾ ലുക്കാണ്. ഇത് പിന്നെ ഈ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉള്ള ഓർണമെൻറ്റ്സ് അല്ല കേട്ടോ. അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ പെടുന്നതെന്ന് കരുതരുത്. അങ്ങനത്തേതല്ല. നമുക്ക് ചുമ്മാ ഫാൻസി ഐറ്റംസ്, ദാറ്റ്സ് ഓൾ. ഇതിൻ്റെ കളർ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്കാന്ന് തോന്നുന്നു, ചിലപ്പോൾ തോന്നുന്നു ബ്ലാക്കാന്ന് തോന്നുന്നു. രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും, എനിക്ക് ഏതായാലും കണ്ടുപിടിക്കുന്നില്ല. ഇപ്പം എൻ്റെ കൈയുടെ പരസ്യമാണ്. നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ സ്റ്റോണ്. അങ്ങനത്തെ ഡ്രസ്സിന് മാച്ചായിട്ട് വേണമെങ്കിൽ ഇടാം. ഇപ്പം മാച്ചില്ലാതെ ഇട്ടാലും ആരും ഒന്നും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യനൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെ വേണേലും ഇടാം, ഇങ്ങനെ വേണേലും ഇടാം. തെന്നിപ്പോലെ അടങ്ങിയിരുന്നോണം.
ഇച്ചിരി അനുസരണക്കേടുണ്ട്. അതിനെന്നറിയാം, അനുസരണക്കേടൊന്നുമല്ല, എൻ്റെ കൈക്കത് ഇച്ചിരി ടൈറ്റാണ്. ഇത് ഒരുമാതിരി വണ്ണം ഉള്ളവർക്കെല്ലാം പറ്റും, അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ച് ഇത് അകന്ന് കിടക്കും എന്നേ ഉള്ളൂ. ഒത്തിരി വണ്ണമുള്ളവരെടുക്കരുത്. കാരണം ഈ വള കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് ഇത് കൈ കിട്ടുമ്പോൾ ഇതെൻ്റെ കയ്യിൽ എവിടെ കയറാനാ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇത് ഇത്രയും ഇച്ചിരി ഇവിടെ ഈ വന്ന് ചേരുന്ന പൊസിഷൻ ഇച്ചിരി അകന്ന് കിടക്കുന്നേ ഉള്ളൂ. ഭയങ്കര വണ്ണമുള്ളവർക്ക് പറ്റത്തില്ല. ഒരുമാതിരി നോർമൽ ഒരുമാതിരി എല്ലാവർക്കും തന്നെ പറ്റും. ഇത് കാണിച്ചാ ഇല്ല. ഈ ഒരു വലിയ കല്ലുള്ളിടം ഫ്രണ്ടിലാക്കി ഇത് ബാക്കിലാക്കി അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇതൊക്കെ നിങ്ങൾക്ക് കൈ കെട്ടി കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാൻ പറയുന്നൊന്നുമില്ല, എനിക്കോരോ വട്ടി കയറിട്ട് ഇങ്ങനെ പണ്ട് തൊട്ടേ ഉള്ളതായി. എന്നെ സാരി ഉടുക്കുന്നതിൻ്റെ ഇത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കങ്ങനെ നമുക്ക് മനസ്സിലൊരു സൗന്ദര്യ സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിക്ക് നടക്കുന്ന കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്തെന്ന് ഓർത്തിട്ടൊന്നും പറയുന്നൊന്നും ആരും ഓർക്കല്ലേ. ചുമ്മാ പറഞ്ഞ് സമയം കളയുകയെന്നൊന്നും ഓർക്കരുത്. സംസാരിക്കാൻ സമയമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കാണുക എന്ന് പറയാം. എനിക്ക് സമയമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, നീ എന്നെ ചെയ്യാൻ പറയാൻ പോവുക, ശീലമല്ലേ. ഇത് വേറെണ്ണം നല്ല മൾട്ടി കളറായിട്ടുള്ള ഏതിന് വേണേലും പറ്റും. എന്നുകൊണ്ട് ഇത് തന്നെ ചോദിക്കരുത്. എല്ലാത്തിനും ഒത്തിരി സ്റ്റോക്കൊന്നുമില്ല. ഇത് സ്റ്റോറിൽ വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഇവിടെ നിന്നും കൂടെ സെയിൽ ഒരേ സമയം നടക്കും. അതുകൊണ്ട് ഒത്തിരി സ്റ്റോക്കൊന്നുമില്ല. ഇത് നോക്ക്, ഇത് കണ്ടോ, റോസ് ഗോൾഡാണ്. ഇതിൻ്റെ റോസ് ഗോൾഡാണ്, മറ്റേ ഗോൾഡൻ കളറല്ല. ഇതിങ്ങനെ ഒരാളുടെ സഹായത്തോടെ ഇത് കണ്ടോ, ഇങ്ങനെ കൊളുത്ത് പോലെ ഇതിനകത്തേക്ക് കയറ്റിയിടണം. മനസ്സിലായോ? എനിക്കിപ്പോൾ തന്നെ ഇടാൻ പറ്റത്തില്ല, അങ്ങനെ കയറ്റിയിടണം. ഇങ്ങനെ പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കയറ്റിയിടാം, ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ കയറ്റിയിടാം. അല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തോടെ കയറ്റിയിടുക, ആരെങ്കിലും സഹായത്തോടെ ഇടുന്നതായിരിക്കും നല്ലത്. നല്ല സിമ്പിളാണ്, എലഗൻ്റാണ്, സൂപ്പറാണ്. ഇനി ഞാൻ വള ഇത്രയും കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി കമ്മലുകൾ, മാലകൾ കുറച്ച് കാണിക്കാം. മാല ഒത്തിരി കാണിക്കാനിരിക്കുമോ, കമ്മൽ ഒത്തിരി കാണിക്കാൻ, വെറൈറ്റി ഒരു 15,000 തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള സാഹചര്യവും ഇല്ല, കാണിക്കാനുമുള്ള സമയമില്ല. ഇനി കമ്മൽ കാണിക്കാതെ ഇല്ല. ഇത് കണ്ടോ എന്നാ അടിപൊളി മാലയാണ്. ഞാൻ പല ഡ്രസ്സും ഇടുമ്പം നിങ്ങളുടെ എല്ലാം അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ നല്ല ലെയറായിട്ടുള്ള പേളുമാലയിട്, അങ്ങനത്തെ മാലയിട്, ഇങ്ങനത്തെ മാലയിട് എന്നൊക്കെ പറയല്ലേ. ഫങ്ഷനൊക്കെ പോകുമ്പം ഇങ്ങനത്തെ മാല, ക്രീമിൻ്റെ ഒക്കെ കൂടെ, ക്രീമാണ് ഡ്രസ്സെങ്കിൽ ഇങ്ങനത്തെ മാല ഇട്ടാൽ നിങ്ങളുടെ അപ്പിയറൻസ് തന്നെ വേറൊരു ഗെറ്റപ്പാവും. ഒരു ആൻറ്റിക് ടച്ചൊക്കെ തരുന്ന ഒരു ടൈപ്പ് ഗെറ്റപ്പായി മാറും. നിങ്ങൾക്ക് ആർക്കും അറിയാൻ മേലാത്തതല്ല, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു സാധനം വന്നിട്ട് ഭയങ്കര നമ്മുടെ ചിലതിനിങ്ങനെ ഒരു വടി പോലെ നിൽക്കും. ഇതങ്ങനല്ലേ, നല്ല രസമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ചുരിദാറായതുകൊണ്ട് ഞാൻ ഇട്ട് കാണിച്ചാൽ ശരിയാകത്തില്ലെങ്കിൽ പോലും ഞാനൊന്ന് ഇട്ട് കാണിക്കാം. കണ്ടോ എൻ്റെ ഡ്രസ്സിന് ഭയങ്കര അങ്ങ് മാച്ചാണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കമ്മലിനും കൂടെ അങ്ങ് മാച്ചായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കണ്ടോ രസമാണ്, ഭയങ്കര ഒരു ലുക്കാണ്. സാരിക്കും മറ്റേ ലാച്ച, ചുരിദാർ സെറ്റ്, കുർത്തിയൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ ചേരുന്ന ഒരു മാച്ചിങ് ആണെങ്കിൽ കുറേ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇറക്കിയോ കയറ്റിയോ ഒക്കെ ഇടാം. കുറച്ച് കയറി ഇരിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. നല്ല രസമാണ്. ഇത്ര റേറ്റല്ലേ ഉള്ളന്നേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഗെറ്റപ്പും നമ്മുടെ അപ്പിയറൻസും ഒക്കെ മാറാൻ വളരെ ബഡ്ജറ്റ് റേറ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് എന്നാ പോക്കറ്റ് കാലിയാതെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോവുകയും ചെയ്യത്തില്ലേ. ഇത് വൈറ്റ് അല്ല, ഒരു ക്രീം കളർ, ക്രീം ഷെയ്ഡ്, നല്ല ഭംഗിയാണ്. ചുരിദാറിന് ഇടുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഭംഗി അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. സാരിക്കും ഈ ഒരു ഡ്രസ്സിന് ഞാൻ ഇട്ടേക്കുന്ന ചുരിദാർ എന്ന് പറഞ്ഞാൽ കാഷ്വൽ വെയറാണ്. അങ്ങനത്തെ ഞാൻ ഇടുന്നതല്ലല്ലോ, പാർട്ടി വെയർ, ഇച്ചിരി ഫംഗ്ഷനൊക്കെ ഇടുന്ന ഒരു സാധനമാണല്ലോ ഇത്. അപ്പം അതിന് മാച്ചിങ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം ഞാൻ ക്യാമറയ്ക്ക് പിന്നിലല്ലേ, ക്യാമറയുടെ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്, ബൈക്കിലുള്ളവർക്കല്ലേ ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ. അപ്പോൾ അറിയത്തില്ല. പക്ഷേ നല്ല സൂപ്പർ സാധനമാണ്, ഞാൻ ഗ്യാരണ്ടി. ഇട്ടേക്കുന്ന ഡ്രസ്സ് ബ്ലാക്കാണ്. ബ്ലാക്കിലായതുകൊണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാണാമെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. പക്ഷേ ബ്ലാക്കിന് മാച്ചല്ലേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ നൂലില്ലേ നല്ല സ്മൂത്തായിട്ട് താഴേക്ക് ഇറങ്ങി, നമുക്ക് പൊങ്ങി ഇങ്ങനെ ബുമ്മൊന്നും നിൽക്കത്തില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സാധനത്തിനോട് ഭയങ്കര ആരാധനയുള്ള കൂട്ടത്തിലാണ്. ഇത് വെറും 160 രൂപയല്ലേ ഉള്ളൂ വില. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഞെട്ടിപ്പോയി. നല്ല വില കൂടിയ ഏറ്റവും ഉണ്ട് കേട്ടോ. നല്ല ഒറിജിനൽ പേളിൽ വരുന്ന ഇത്, നല്ല കൂളിംഗ് ഫീൽ തരുന്ന അങ്ങനത്തെ പേളിനകത്തൊക്കെ വരുന്നുണ്ട്. നല്ല റേറ്റ് വരുന്നുമുണ്ട്. പക്ഷേ ഇതിന്
ഒട്ടും ഒരു ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. നല്ല വിലയുള്ള ഐറ്റത്തിൻ്റെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. ഞാനിതൊന്നും മേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, ശരിക്കും ഞാൻ പറയാം, മേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പറച്ചിലൊന്നുമല്ല. 160 രൂപയുടെ സാധനം വാങ്ങിപ്പിച്ചിട്ട് എനിക്ക് തന്നെ ആകാനാണ്. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മൾ ഈ ഒരു മേഖല നിൽക്കുമ്പോൾ ഡ്രസ്സിങ്ങിലൊക്കെ നോക്കുന്ന പോലെ തന്നെ അതിന് ചേരുന്ന ഓർണമെൻറ്റ്സും കൂടെയൊക്കെ കൊടുക്കാൻ പറ്റണം. അതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഡ്രീമിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഇത് കണ്ടോ, പാർട്ടി വെയർ ആയിട്ടുള്ള കമ്മലാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഒരുങ്ങി സുന്ദരികളായിട്ടൊക്കെ പോകുമ്പോൾ ഇത് 2 കളറിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് ഇത് നിങ്ങൾക്ക് കാണാൻ തോന്നും 220 രൂപ അത്രേ ഉള്ളൂ. നല്ല ഇത് കണ്ടോ, നല്ല പേസ്റ്റൽ ഷെയ്ഡ്. ഈ കളറൊക്കെ ഡ്രസ്സൊക്കെ നമ്മളുടെ പെൺപിള്ളേരൊക്കെ ഇടുന്നതാണ്. സാരിക്ക് ചേരും, ചുരിദാറിന് ചേരും, ഇങ്ങനെ വലിയ ഗൗൺസിനെല്ലാം ചേരും. ഇനി ക്രിസ്മസിന് ഇടാനായിട്ട് വേണം. ഇത് രണ്ടുമേ നല്ല ഭംഗിയാണ്, നല്ല ഹാങ്ങിങ് ആയിട്ട് കിടക്കും, നല്ല രസമുണ്ട്. ഒരു റിങ് ഇട്ട ഒരു പ്രതീതി കിട്ടും. റിങ് ഇടുമ്പോൾ മുഖത്തിന് വേറൊരു ലുക്ക് കിട്ടുമല്ലോ, ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും. ക്രിസ്മസിൻ്റെ ആക്സസറി ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു പാർട്ടി വെയർ കമ്മൽ. റെഡ് അല്ല, സത്യത്തിൽ അത് ഡാർക്ക് മെറൂണാണ്. വൈറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ സ്റ്റോണുണ്ട്, ബീഡ്സ് ഉണ്ട്, എല്ലാം കൂടെ കൂട്ടി അടിപൊളിയായിട്ടുള്ള കമ്മൽ. കണ്ടോ, നല്ല രസമല്ലേ, ഇതിടാൻ തോന്നുന്നു. എനിക്കിതൊക്കെ ഞാൻ ഓർക്കുവാണേ, ചെറിയ പ്രായത്തിലൊന്നും നമുക്ക് ഇങ്ങനെ ഈ കൗമാര കാലഘട്ടത്തിലൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആർത്തിയല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ കഥകളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് ഏണിങ്സ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ പാരൻസിൻ്റെ ഇതിലല്ലേ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് വാങ്ങിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പം നമുക്ക് എന്നാ വേണേ വാങ്ങിക്കാന്നുള്ള അവസ്ഥയായിപ്പം. ഇടാനൊക്കെ ഇഷ്ടമാണേ, പക്ഷെ അതിനൊന്നും മെനക്കെടാറില്ലെന്നുള്ളതാണ് സത്യം. കിട്ടുന്ന പറഞ്ഞാൽ ഇടും. പിന്നെ പാർട്ടി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടും കേട്ടോ. എന്നാലും ഇപ്പം ഞാൻ ഓർക്കുക, ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഞാനൊരു ഭ്രാന്തത്തിയാണ് ശരിക്കും. ഇപ്പം എന്തോ ഒരു ഡ്രസ്സ് വേണേലും ഏത് വേണേലും എടുത്തിടാന്നാണ് ഇപ്പം ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ കരഞ്ഞു പോകുന്നുള്ള അവസ്ഥയാണ്. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല നോക്കുന്നത്, ശരീരത്തിൻ്റെ കംഫർട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ഇത് ഏത് വേണേലും ഇടാമെന്നായിപ്പം. ഇതുപോലെ ഓർണമെൻറ്റ്സ് ഏത് വേണമെങ്കിലും ധരിക്കാമെന്നായിപ്പം. ഇതൊക്കെയല്ലേ ഓരോ കാലത്തിൻ്റെ വികൃതികൾ എന്ന് പറയും. ഇതാ വേറൊരു പാർട്ടി വെയർ കമ്മൽ. ഞാനിങ്ങനെ തത്വചിന്തയൊക്കെ പറയുമ്പം ചിലർക്കൊക്കെ ദേഷ്യം വരുമായിരിക്കും അല്ലേ, ഇത് എന്തിൻ്റെ വീഡിയോ, ഇത് തത്വചിന്തയുടെ വീഡിയോ ആണോ അതോ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ആണോ എന്താണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കരുതേ. എല്ലാത്തിനെയും ഈ മൈൻഡ് ട്യൂൺ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കുറ്റക്കാരായി മാറും. നമ്മുടെ മൈൻഡ് എന്തുവാണോ ചിന്തിക്കുന്നത് അതായി നമ്മൾ മാറും. ഇങ്ങനെ ഞാനൊരു ഇത് കണ്ടതാണ്, ഇത് വായിച്ചതാണ്. പറയുമ്പോൾ സമയം കളയുമെന്ന് ഓർക്കല്ലോ കേട്ടോ. നമുക്കൊരു ഭിക്ഷ യാചിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിലും പണക്കാരനാകാമെന്നും പറഞ്ഞുകൊണ്ട്. കാരണം അയാൾക്ക് ചിലപ്പം ഇങ്ങനെ മൈൻഡിലാണ് വിചാരിക്കുക, ഞാനൊരു ബെൻസ് കാറിൽ പോകുന്നു, അങ്ങനെ തന്നെ ഡ്രീം ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നാളെയൊക്കെ ഒരു ലോട്ടറി അടിച്ചെന്ന് വരും. നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് നമ്മളിലേക്ക് വന്നു ചേരും. നിരന്തരമായിട്ട് ആഗ്രഹിക്കണം. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക എന്ന് ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിരന്തരമായിട്ട് ആഗ്രഹിക്കുക, നിരന്തരമായിട്ട് അതിനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സംഭവം എത്ര വലുതാണെങ്കിലും നമ്മളിലേക്ക് വന്ന് ചേരുന്നാണ് പറയുന്നത്. അല്ലേ എന്നതാ കമ്മല് വെള്ളയല്ലേ എന്നാ ഇവിടുന്ന് എന്നോട് ചോദിക്കുക എന്നതാന്ന്. ഈ കാണിച്ച കമ്മലില്ലേ അതിൻ്റെ ബ്ലാക്ക്. എല്ലാം ബ്ലാക്കിൻ്റെ കുറേ എണ്ണം ഇരിപ്പുണ്ട്, മെറൂണ്ട് കുറച്ചെണ്ണം ഇരിപ്പുണ്ട്. ഇതിലെല്ലാം നിങ്ങൾ തന്നെ വില കാണുന്നുണ്ടായിരിക്കാം. 395 രൂപ അത്രയേ ഉള്ളൂ റേറ്റ്. ഹെവി ആയിട്ടുള്ള പാർട്ടി വെയറിൻ്റെ കളക്ഷൻസ് കമ്മലുണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ അതെല്ലാം കൂടി ഇന്ന് കാണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. കമ്മൽ കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്ന കമ്മല, പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റുന്ന കമ്മല. നല്ല ഡ്രസ്സിൻ്റെ കൂടെ, വൈറ്റ് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെയും പറ്റും. അല്ലാതെ ചുമ്മാ ഇടാമ്പോഴും ഇപ്പം ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിലും ഇതിട്ടാൽ വേറൊരു ലുക്ക് കിട്ടും. നമ്മളപ്പോൾ അതിനുള്ള ചേർന്ന ഒരു മാലയും കൂടി ഇട്ടാൽ മതിയെന്നേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ളൊരു കമ്മൽ. റേറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഒരു മയില് പീലി വിടർത്ത് നിൽക്കുന്ന ഈ കമ്മൽ മനസ്സിലാകത്തേ ഇല്ല. പക്ഷേ അത് എത്ര ഫിനിഷിങ്ങോട് കൂടി അത് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കുക. ഓരോരുത്തരുടെ ഒരു കൈ കൊണ്ടുണ്ടായ അല്ലേ, നമ്മളിതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോരുത്തരും ഇത് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, അത് എത്ര മെനക്കെട്ട് എത്ര ബുദ്ധിപരമായിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. നല്ല ഭംഗിയായിരിക്കും ഇട്ടാൽ. നല്ല വട്ടത്തിലിരിക്കുന്ന ഷേപ്പിലൊക്കെ ഇരിക്കുന്നത് മുഖത്തിന് നന്നായിട്ട് ഇണങ്ങും. പാർട്ടി വെയറാണ്.
ഇത് സിൽവറും ഉണ്ട് കോപ്പറും ഉണ്ട്, അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കിടന്ന് ബഹളം വെക്കാതെ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് പിള്ളേരെ നിർത്തുന്ന കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. പിള്ളേർ ചില സമയത്ത് നമ്മൾ പഠിപ്പിലൊക്കെ നിർത്തി കഴിഞ്ഞ് പിള്ളേർ സൈലൻസ് ആയിട്ടിരിക്കണമല്ലോ. പിള്ളേർ സൈലൻസ് ആയിട്ടിരിക്കാത്തപ്പോൾ ഞാനൊരു നമുക്കൊരു ഗെയിം കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാച്യു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിലാണോ ഇരുന്നത്, അതിപ്പോൾ എല്ലായിടത്തും ഉള്ള പിള്ളേർ, ഞാൻ മാത്രം വിളിച്ചത് സ്റ്റാച്യു എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇരിക്കണം. ഞാൻ അൺസ്റ്റാച്യു എന്ന് പറയുമ്പോഴേ നിങ്ങൾ മാറാവുള്ളൂ എന്ന്. പിള്ളേർ അവിടെ ഇരിക്കും, ഞാൻ നല്ല സുഖമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. പിള്ളേർ ഇങ്ങനെ വെക്കിച്ച് എന്നാ പറയാം, മിസ് ഒന്ന് സ്റ്റാച്യു അല്ലാതാക്കി പറ മിസ്സേ. സ്കൂളിലെ ഓർമ്മകൾ. ഇത് കണ്ടോ, നല്ല ഒന്നാന്തരമായിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനാണ്. വൈറ്റ്, നല്ല കല്യാണങ്ങൾക്കൊക്കെ നല്ല സംഭവമായിട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ ബ്രൈഡിന് പോലും സേവ് ദ ഡേറ്റിനോ അല്ലെങ്കിൽ മറ്റേ എൻഗേജ്മെൻറ്റിനോ അല്ലെങ്കിൽ തലേന്നോ ഒക്കെ ഇടാൻ പറ്റുന്നതാണ്. അല്ലാത്തവർക്കും ഇടാം, കൂട്ടത്തിലിരിക്കുന്നവർക്കൊക്കെ ഇടാം. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. നല്ല ഭംഗിയാണ്. അതിനുള്ള റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. റേറ്റ് വെറും 399. ഇതാ ബ്ലാക്ക് മെറ്റലിൽ തീർത്ത മുഖത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി അഴകും തരുന്ന ഒരു സാധനമായി ബ്ലാക്ക് മെറ്റൽ എന്ന് പറയുന്നത്. അതിൽ തീർത്ത് ഞാൻ മനഃപൂർവ്വം ഈ പാർട്ടി വെയർ കാണിക്കുന്ന കേട്ടോ. അല്ലാത്ത ഇഷ്ടംപോലെ കമ്മലുകൾ നോർമൽ വെയർ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് വേണ്ടി പോകണം. അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു. ഇത് ഇച്ചിരി റേറ്റുള്ള കമ്മല. റേറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ, 250 രൂപയേ ഉള്ളൂ. ഇത് സിൽവർ, നമ്മളിപ്പം വളയൊക്കെ ഇടത്തില്ല, എനിക്കൊക്കെ ഉണ്ട് ഇങ്ങനത്തെ വള. സിൽവർ, കോപ്പർ, ഗോൾഡ്, ഇങ്ങനെ മൂന്നും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു സ്റ്റഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റഡാണ്. പക്ഷേ ചെറിയ ഇങ്ങനെ വന്ന് ഇച്ചിരി മുഴുപ്പുള്ള സ്റ്റഡ് ഹാങ്ങിങ് പോലെ ഇരിക്കും. ഈ വളയിലേ ഇവിടെ പല സ്റ്റിക്കർ നിങ്ങൾ കാണും. അപ്പോൾ 50 എന്നൊക്കെ കാണുമ്പോൾ 50 റേറ്റാന്ന് ഓർത്തേക്കല്ലോ കേട്ടോ. ഈ വള നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് റേറ്റ് ഇടാൻ വേണ്ടി, പ്രൈസിങ് നടത്താൻ വേണ്ടി നമ്പർ ഇടും. ആ നമ്പറാണ് കേട്ടോ അത്, അല്ലാതെ റേറ്റ് അല്ലാതെ. റേറ്റ് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കും, അല്ലെങ്കിൽ ചോദിച്ചാൽ മതി, പറയാം. ഇത് കണ്ടോ, മുമ്പേ കാണിച്ച ബ്ലാക്ക് മെറ്റലിൻ്റെ വേറൊരു ഡിസൈൻ. ഒന്നാന്തരമായിട്ട് മാച്ചാകുന്ന മയിലിൻ്റെ ഒരു ഡിസൈൻ വരുന്ന നല്ലൊരു കമ്മല്. നിങ്ങൾ ഇതിനകത്ത് നമ്മൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര കമ്മലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയില്ല കേട്ടോ. നോർമൽ വലിപ്പമുള്ള കമ്മലാണ്, ചിലത് വലിപ്പമുള്ളതാണ്. പക്ഷേ സൂം ചെയ്ത് കാണിക്കുമ്പോൾ അത് തെറ്റിദ്ധരിക്കരുത്. ഇത് വേറൊരു കമ്മല്, മഴത്തുള്ളി പോലൊരു കമ്മല്. അത്രയും മതി. റിങ് മോഡലിൽ വരുന്ന ഒരു സ്റ്റഡ്. എനിക്ക് ഒത്തിരി കമ്മലുകളുടെ വലിയൊരു കളക്ഷൻസ് തന്നെ പുതിയത് വന്നിരിപ്പുണ്ട്. പ്രൈസിങ് നടന്നതിരിപ്പുണ്ട്, നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. പക്ഷേ കാണിക്കാനുള്ള സമയത്ത് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം കാണിക്കും. ക്രിസ്മസിന് പറ്റുന്നതും ഡെയിലി വെയറിന് പറ്റുന്നതും ഫംഗ്ഷൻ വെയറിന് പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കമ്മലും മാലയും വളയെല്ലാം കാണിക്കാം കേട്ടോ. അപ്പം ഡയറക്റ്റ് ഷോപ്പിൽ വരാൻ പറ്റുമെങ്കിൽ വരുന്നവർ വന്ന് വാങ്ങിക്കുവാണെങ്കിൽ കുറേ കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറേ കൂടെ കളക്ഷൻസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വളരെ കുറച്ചൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലൊക്കെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു, ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വൺസ് ബുക്ക് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഡാമേജ് 100% ചെക്ക് ചെയ്തിട്ടേ അയക്കത്തുള്ളൂ. അതിനകത്തൊരു നമ്മൾ CCTV ഫൂട്ടേജിൻ്റെ കീഴിൽ വെച്ച് മാത്രമേ ഇത് വയ്ക്കത്തുള്ളൂ. കാരണം ഇതിനൊരു കല്ല് പോയി കഴിഞ്ഞാൽ പോലും അത് തിരിച്ചു വരും. അപ്പം നമ്മളത് എൻഷുർ ചെയ്തിട്ട് മാത്രമേ അയക്കത്തുള്ളൂ. ഫോട്ടോയും എടുത്ത് വെച്ചിട്ടേ നിങ്ങൾക്ക് അയക്കത്തുള്ളൂ. അയച്ചതിൻ്റെ ഫോട്ടോയും എടുത്ത് വെച്ചിട്ടേ നിങ്ങൾക്ക് അയക്കത്തുള്ളൂ. പിന്നെന്താ, വേറൊന്നുമില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.